ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മട്ടൻ കുറുമയാണ്. നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്ന പാൻ നല്ല ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ല ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒരു 4 ഏലക്കയും 2 പട്ടയും 4 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു നീളത്തിൽ അരിഞ്ഞു വെച്ച 1 സ്പൂൺ ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ 4 പച്ചമുളക്, നല്ല നടുവേ വരഞ്ഞ 4 പച്ചമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവോള അത്ര നേരം ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ സവോള ഇച്ചിരി നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 3 ചെറിയ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തക്കാളി കുറച്ച് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇത് കൂടുതൽ ആഡ് ചെയ്യാം. നമ്മളിപ്പം പച്ചമുളകൊക്കെ ചേർത്ത കാരണം പിള്ളേരൊക്കെ ഉള്ള കാരണം കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മളിതിലേക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള 1 കിലോ മട്ടനാണ്. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 8 വിസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കിടന്നിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. നമുക്ക് 2-3 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കണം ഇത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും നമ്മൾ വേവിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒത്തിരി ചെറിയ പീസായി കട്ട് ചെയ്യില്ല, കുറച്ച് ആവശ്യത്തിന് സൈസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെന്തലിഞ്ഞു പോകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല മട്ടനും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിലേക്കൊരു തേങ്ങാപ്പാൽ, 2-ാം പാൽ നമ്മൾ ഒരു 1/2 കപ്പ് 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കാഷ്യൂവിൻ്റെ പേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മളൊരു 15 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ 1-ാം പാൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ മട്ടൻ കുറുമ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. മല്ലിയിലയും കറിവേപ്പില ഇടാം. എനിക്ക് കറിവേപ്പില ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ ഈ മട്ടൻ കുറുമയുടെ റെസിപ്പി ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമ്മളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. മറക്കാതെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.